നമസ്കാരം. ട്രൂത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ചടയമംഗലം ഗ്രാമപഞ്ചായത്തിൽ നിർമ്മിക്കുന്ന ഗ്രാമപഞ്ചായത്ത് ഓഫീസ് കെട്ടിടത്തിന്റെ തറക്കല്ലിടൽ കർമ്മം മന്ത്രി കെ.എൻ. ബാലഗോപാൽ നിർവഹിച്ചു. തറക്കല്ലിടൽ ചടങ്ങുമായി ബന്ധപ്പെട്ട് വർണ്ണാഭമായ ഘോഷയാത്രയാണ് ചടയമംഗലം ഗ്രാമപഞ്ചായത്ത് ഒരുക്കിയത്. ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി സുനിൽ സ്വാഗതം ആശംസിച്ചു. മന്ത്രി ജെ ചിഞ്ചുറാണി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ധനകാര്യ വകുപ്പ് മന്ത്രി കെ.എൻ. ബാലഗോപാൽ ഉദ്ഘാടനം നിർവഹിച്ചു. ചടയമംഗലത്ത് അത്യാധുനിക സൗകര്യങ്ങളോടുകൂടിയ ഗ്രാമപഞ്ചായത്ത് കെട്ടിടം നിർമ്മിക്കുന്നതിന് MLA ഫണ്ടിൽ നിന്നുകൂടി ഒരു വിഹിതം നൽകുമെന്നും ജെ ചിഞ്ചുറാണി അറിയിച്ചു. ചടയമംഗലത്ത് രജിസ്ട്രാർ ഓഫീസ്, കായിക സ്റ്റേഡിയം, നിയോജക മണ്ഡലത്തിൽ ആദ്യമായി 2 കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് റെസ്റ്റ് ഹൌസ്, 50 ലക്ഷം രൂപ ചെലവഴിച്ചുകൊണ്ട് മൃഗാശുപത്രി കെട്ടിടം എന്നിവയുടെ പ്രവർത്തനങ്ങൾ അതിവേഗം നടന്നു വരികയാണെന്നും അധ്യക്ഷ പ്രസംഗത്തിൽ മന്ത്രി ജെ ചിഞ്ചുറാണി പറഞ്ഞു. ഉദ്ഘാടന യോഗത്തിൽ സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ രംഗങ്ങളിലെ നിരവധി പ്രമുഖർ പങ്കെടുത്തു. ട്രൂത്ത് വിഷൻ ന്യൂസ്, ചടയമംഗലം. ആസ്ഥാന മന്ദിര തറക്കല്ലിടലിന്റെ ഉദ്ഘാടനമാണ് ഇന്നിവിടെ നടത്തപ്പെടുന്നത്. നമ്മളെല്ലാവരും വളരെ വർഷക്കാലമായി കാത്തിരിക്കുകയാണ് ഗ്രാമപഞ്ചായത്തിന് ഏറ്റവും മികവാർന്ന സംവിധാനത്തോടു കൂടിയുള്ള അടച്ചുറപ്പുള്ള ഒരു കെട്ടിടത്തിന് വേണ്ടി. ഈ ചടയമംഗലം ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ ജനങ്ങളുടെയും ആവശ്യമാണ് അത്തരത്തിലൊരു കെട്ടിടം നിർമ്മിക്കുക എന്നുള്ളത്. ചടയമംഗലം ഗ്രാമപഞ്ചായത്ത് ആധുനിക സൗകര്യങ്ങളോട് കൂടിയിട്ടുള്ള ഒരു ഓഫീസിന്റെ കെട്ടിട സമുച്ചയത്തിന് ഇന്ന് തറക്കല്ലിടുകയാണ്. നമുക്കറിയാം, നിരവധി മാസങ്ങളായി അല്ലെങ്കിൽ വർഷങ്ങളായി ഒരു പുതിയ ഓഫീസ് കെട്ടിടം അത് പണിപൂർത്തിയെടുക്കുക എന്നുള്ള വലിയ ഉദ്ദേശ ലക്ഷ്യത്തോടു കൂടി ഗ്രാമപഞ്ചായത്ത് മുന്നോട്ട് വന്നപ്പോൾ ഇത്തവണ കോടിക്കണക്കിന് തുക മാറ്റിവെച്ചുകൊണ്ട് അതിന്റെ ആദ്യഘട്ടം എന്ന നിലയ്ക്കുള്ള പണി ഇന്ന് ഇവിടെ തറക്കല്ലിടുകയാണ്. നമുക്കറിയാം, അത് എത്രയും പെട്ടെന്ന് അത് പൂർത്തീകരിക്കുക എന്നുള്ള വലിയ ലക്ഷ്യത്തോടു കൂടിയാണ് ഇന്ന് ഗ്രാമപഞ്ചായത്ത് മുന്നോട്ട് വരുന്നത്. തീർച്ചയായിട്ടും MLAയുടെ ഫണ്ടെന്ന നിലയ്ക്കൊരു ഷെയർ ഞങ്ങൾ കൊടുക്കാമെന്ന് ഈ അവസരത്തിൽ ഞാൻ ഉറപ്പ് നൽകുകയാണ്. അതോടൊപ്പം തന്നെ നമുക്കറിയാം, നിരവധിയായിട്ടുള്ള വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കിയ നമ്മുടെ ഒരു ഗ്രാമപഞ്ചായത്താണ് ചടയമംഗലം ഗ്രാമപഞ്ചായത്ത്. നമുക്കിപ്പോൾ ഇവിടെ മിനി സിവിൽ സ്റ്റേഷന്റെ പണി തുടങ്ങാൻ പോവുകയാണ്. നമുക്കിനി അതിൻ്റെ എല്ലാ ബുദ്ധിമുട്ടുകളും ഇപ്പം മാറി അവസാനത്തെ ഒപ്പം ഇന്നലെ ഇട്ട് കഴിഞ്ഞു എന്നുള്ളതാണ് എനിക്ക് പറയുവാൻ പറ്റുന്നത്. രജിസ്റ്റർ ഓഫീസിന്റെയും പ്രവർത്തനം, അതിൻ്റെയും കെട്ടിടത്തിന്റെ പണി തുടങ്ങുവാനുള്ള എല്ലാ സാഹചര്യവും ഇപ്പം നമ്മൾ ഒരുക്കി കഴിഞ്ഞു. 1 കോടി രൂപയുടെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കായിക സ്റ്റേഡിയം എന്നുള്ളതും ഇപ്പോൾ നമുക്കറിയാം, അതിന്റെ പകുതി പണി പൂർത്തീകരിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ റെസ്റ്റ് ഹൗസിന് ഇത്തവണ 2 കോടി രൂപ ഇത്തവണ മാറ്റിവെച്ചിട്ടുണ്ട്. നമ്മുടെ നിയോജക മണ്ഡലത്തിൽ തന്നെ ആദ്യത്തെ റെസ്റ്റ് ഹൗസായിട്ട് അതും ചടയമംഗലത്തിന് മാറാൻ പോവുകയാണ്. മൃഗാശുപത്രിക്ക് ഇത്തവണ നമ്മൾ 50 ലക്ഷം രൂപ ഇപ്പൊ മാറ്റിവെച്ചിട്ടുണ്ട്. അതിന്റെയും നമ്മൾ പണി ഇപ്പൊ തുടങ്ങും. നിരവധിയായിട്ടുള്ള റോഡുകൾ ഏറ്റെടുത്തുകൊണ്ടാണ് നമ്മുടെ ഈ ചടയമംഗലം, ഈ മണ്ഡലം എന്ന് വേണമെങ്കിൽ നമുക്ക് സൂചിപ്പിക്കുവാൻ കഴിയുന്ന തരത്തിലുള്ള നിരവധിയായിട്ടുള്ള വികസന ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുവാൻ നമുക്കിവിടെ കഴിഞ്ഞിട്ടുണ്ട്. അത് കേരളത്തിലെ ഗവൺമെന്റിന്റെ ഒരു പ്രത്യേകതയാണ്. 1ാം ഗവൺമെന്റ് നടപ്പിലാക്കിയ വികസന ക്ഷേമ പ്രവർത്തനങ്ങളും 2ാം ഗവൺമെന്റ് നടപ്പിലാക്കിയ നിരവധി വികസന ക്ഷേമ പ്രവർത്തനങ്ങളും കേരളത്തിൽ നടപ്പിലാക്കിക്കൊണ്ട് ഈ ഗവൺമെന്റ് മുന്നേറുന്നത് നമുക്ക് ഒരുപക്ഷെ കാണുവാൻ സാധിക്കും. നിങ്ങളൊക്കെ എടുത്ത് പരിശോധിച്ചാൽ എല്ലാവർക്കും വീടെന്ന ലക്ഷ്യം കൈവരിക്കുന്ന ഒരു സംസ്ഥാനം ഏതാണ് എന്ന് ചോദിച്ചാൽ അത് കേരളമാണ് എന്ന് നമുക്ക് ചൂണ്ടിക്കാണിക്കുവാൻ കഴിയും. നമ്മുടെ അധ്യക്ഷ, നമ്മുടെ മന്ത്രി, മറ്റു വേദികളിലുള്ള എല്ലാവരും നമുക്കിപ്പോ 5 മിനിറ്റിനകത്ത് നമ്മൾ മോക്ഡ്രില്ലാണ്. അതുകൊണ്ട് ഈ പരിപാടി നിർത്താൻ പറ്റില്ല. നെല്ലെടുപ്പിന്റെ ഒരു മീറ്റിംഗ് ഉള്ളതുകൊണ്ടാണ് ആവശ്യം. കർഷകരുടെ ഇവിടെ ഈ എല്ലാ പ്രവർത്തനത്തിനും എല്ലാ ആശംസ നേർന്നുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുന്നു. ഉദ്ഘാടനം ചെയ്യുന്നതായി അറിയിക്കുന്നു. എല്ലാ ആശംസകളും നേർന്നു.